ദൈവത്തിന് സ്തോത്രം, 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 സ്തോത്രം. ഹല്ലേലൂയ, സ്തോത്രം, ഹല്ലേലൂയ. ദൈവം എത്ര നല്ലവനാണല്ലേ. ഞാൻ എത്ര സ്തുതിച്ചാലും മതി വരത്തില്ലെന്നുള്ളത് ആരാണ്ട് എഴുതിയ പാട്ടല്ല, എൻ്റെ അനുഭവമാണ്. അല്ലേ, ജനിച്ചപ്പം മുതൽ രക്ഷിക്കപ്പെടുന്നതിന് മുമ്പുള്ള കരുതൽ സ്നേഹം, രക്ഷിക്കപ്പെട്ടതിന് ശേഷമുള്ളത്, ഇന്നത്തെ ദിവസം റോഡിൽ പോകുമ്പോൾ ആക്സിഡൻ്റ് ഒന്നും ഉണ്ടായില്ല. അല്ലേ, ആരെങ്കിലും വണ്ടി വന്ന് നമ്മളെ ഇടിക്കാമായിരുന്നു. ഹാർട്ട് അറ്റാക്ക് വന്നില്ല. നടന്നപ്പം തെന്നി വീണ് കാലൊടിഞ്ഞില്ല. എങ്ങനെ സ്തുതിച്ചാൽ മതിയാവും. നല്ല ആഹാരം തന്നു. ഇന്ന് ഞാൻ യാത്രയിലായിരുന്നു. ഓഫീസിൽ വരെ പോകേണ്ട കാര്യം ഉണ്ടായിരുന്നു. എനിക്ക് ഓഫീസുമായിട്ട് ബന്ധമൊന്നുമില്ല. എൻ്റെ പ്രൈവറ്റ് ഒരു ജോലി ഉണ്ടായിരുന്നു. അത് ചെയ്യാനായിട്ട് പോയതാണ്. ഡോഡി ഓസ്റ്റിൻ എന്ന് പറഞ്ഞ അമ്മച്ചി മരിച്ചുപോയി. അപ്പോൾ അവരുടെ മക്കൾക്കൊരു ആശ്വാസ കത്ത് എഴുതാനായിട്ട് പോയതാണ്. കർത്താവ് നിങ്ങളെ അനുഗ്രഹിക്കട്ടെ, ദൈവം നിങ്ങളെ അനുഗ്രഹിക്കട്ടെ, ദൈവത്തിൻ്റെ കൃപ നിങ്ങളോട് കൂടെ ഇരിക്കട്ടെ എന്നുള്ള പ്രാർത്ഥനയോടുകൂടെ ഫെയ്ത്ത് ടുഡേയുടെ ഈ പ്രോഗ്രാമിലേക്ക് യേശുവിൻ്റെ കൂടെ നാം നിങ്ങൾക്ക് ഏവർക്കും സ്വാഗതം. കർത്താവ് യേശു നിങ്ങളെ അനുഗ്രഹിച്ച് അനുഗ്രഹമാക്കി തീർക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുകയാണ് കേട്ടോ. അനുഗ്രഹമാക്കി തീർക്കട്ടെ. എൻ്റെ ശബ്ദം, എൻ്റെ ചിന്ത, ഞാൻ എഴുതി വച്ചിരിക്കുന്ന എല്ലാം നിങ്ങൾക്ക് അനുഗ്രഹമായിരിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. നിങ്ങളുടെ ജീവിതം എന്തായിരിക്കുന്നു അതായിരിക്കാൻ പാടില്ല. ഓരോ ദിവസം കഴിഞ്ഞ് വരുന്തോറും കുറച്ചുകൂടെ ബെറ്റർ ആയി വരണം. ഹല്ലേലൂയ. ഒരു കോട്ടബിൾ കോട്ട് പറഞ്ഞത് ആരാണ്? ഓസ്വാൾഡ് ചേമ്പേഴ്സ്. വലിയ മഹാനായ ഒരു മനുഷ്യനായിരുന്നു. അത് ഇപ്പോഴും ഉണ്ടോ എന്ന് എനിക്ക് സംശയം. പോട്ടെ, എഴുതുന്നാലും ദ എക്സ്പ്രഷൻ ഓഫ് ക്രിസ്ത്യൻ ക്യാരക്ടർ ഈസ് നോട്ട് ഗുഡ് ഡൂയിങ് ബട്ട് ഗോഡ് ലൈക്ക്നെസ്. ഇഫ് ദ സ്പിരിറ്റ് ഓഫ് ഗോഡ് ഹാസ് ട്രാൻസ്ഫോംഡ് യു വിത്തിൻ, you will exhibit divine characteristic in your life, not good human characteristics. God's life in us expresses itself as God's life, not as human life, trying to be godly. നല്ല വരണം. മലയാളത്തിൽ പറയട്ടെ, നല്ല കാര്യങ്ങൾ പ്രവർത്തിക്കുക എന്നല്ല ക്രിസ്തീയ സ്വഭാവ ഗുണം എന്ന് പറയുന്നതിൻ്റെ അർത്ഥമാക്കുന്നത്. പിന്നെയോ ദൈവത്തിൻ്റെ സ്വഭാവ ഗുണം എന്നാണ്. ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് നിന്റെ അകത്തെ മനുഷ്യനെ രൂപാന്തരപ്പെടുത്തിയെങ്കിൽ തീർച്ചയായും ദൈവത്തിൻ്റെ സ്വഭാവ ഗുണം തീർച്ചയായും നിന്റെ ജീവിതത്തിൽ വെളിപ്പെടും. നല്ല മനുഷ്യത്വമല്ല, ദൈവ സ്വഭാവം നമ്മുടെ ജീവിതത്തിൽ, ദൈവിക ഗുണവിശേഷം ജീവിതത്തിൽ പ്രകടമാക്കുവാൻ ശ്രമിക്കുകയല്ല, അത് വെളിപ്പെടണം. ഭാഗം 3, സന്ദേശം. ഇതാ ഒരു വാക്യം വായിച്ചിട്ട് തുടങ്ങാൻ ആഗ്രഹിക്കുകയാണ്. 1 കൊരിന്ത്യർ 11-ാം അധ്യായത്തിന്റെ 1-ാമത്തെ വാക്യം. ഞാൻ ക്രിസ്തുവിന്റെ അനുകാരികളായിരിക്കുന്നത് പോലെ നിങ്ങളും എൻ്റെ അനുകാരികളാകുവീൻ. എന്ന് പറഞ്ഞാൽ പൗലോസ് യേശു ക്രിസ്തുവിനെ അനുകരിച്ചു. യേശു ക്രിസ്തു എന്താണ് ചെയ്തത്? തന്നെ തന്നെ ഉയർത്തുകയായിരുന്നില്ല, അവനെ അയച്ചവനെ ഉയർത്തി കാണിക്കുകയായിരുന്നു പൗലോസ്. എന്നിട്ട് പൗലോസ് പറയുകയാണ്, അതുപോലെ നിങ്ങളും എന്നെ അനുകരിക്കണം. എന്തിന്? പൗലോസിനെ ഉയർത്തി കാണിക്കുകയല്ല, യേശുവിനെ അയച്ച ദൈവത്തെ ഉയർത്തി കാണിക്കണം. നമ്മുടെ ജീവിതം മുഴുവൻ ദൈവത്തെ മഹത്വപ്പെടുത്തുന്നതായിരിക്കണം. നമ്മുടെ പെരുമാറ്റം, നമ്മുടെ ഇടപെടൽ, നമ്മുടെ സംസാരം. ഒരു സ്ത്രീയോട് സംസാരിക്കുന്നത്, രൂപ എവിടെയെങ്കിലും കൊടുക്കൽ വാങ്ങൽ ഉണ്ടായാൽ അതെല്ലാം ദൈവനാമ മഹത്വത്തിനായിരിക്കണം. ഹല്ലേലൂയ. ഇത് ഞാൻ തിമോത്തിയോസിന്റെ ചില ഗുണങ്ങൾ പറയുവാൻ ആഗ്രഹിക്കുകയാണ്. യേശു ക്രിസ്തു പിതാവിനെ അനുസരിച്ചു, പൗലോസ് യേശുവിനെ അനുകരിച്ചു, എന്നിട്ട് പറയും നമ്മൾ അനുകരിക്കണം. അപ്പൊ പൗലോസിന്റെ അടുത്ത സഹചാരിയായിരുന്നു തിമോത്തിയോസ്. ആ തിമോത്തിയോസിന്റെ ചില ഗുണങ്ങൾ ഞാൻ എഴുതി വച്ചിട്ടുണ്ട്. 1, ഒരു ദാസന്റെ ഹൃദയം ഉണ്ടായിരുന്നു. എ സർവന്റ് ആറ്റിറ്റ്യൂഡ്. ഇന്ന് വലിയ നേതാക്കന്മാരൊക്കെ അത് പറയുമെങ്കിലും കാണുന്നത് വളരെ ചുരുക്കമാണെന്നാണ് എൻ്റെ വിചാരം. എല്ലാവരുമല്ല, കുറച്ചുപേരിലൊക്കെ അഹങ്കാരം, അഹന്ത, പണത്തിൻ്റെ അഹന്ത, അല്ലേ? കൂട്ടുവേലക്കാർക്ക് പണമൊക്കെ കൊടുക്കുന്നുണ്ടെങ്കിൽ അവരെയൊക്കെ നൽവരയിൽ നിർത്താൻ ശ്രമിക്കത്തില്ലയോ? അല്ലേ? ഒരു എളിമ മനോഭാവം, ഒരു ഹ്യൂമിലിറ്റി, മറ്റുള്ളവരെ ശുശ്രൂഷിക്കുവാൻ ഒരുക്കം, സ്വന്തം താല്പര്യം രണ്ടാമത്, അല്ലേ?
മറുരൂപമലയിൽ ഇരുന്ന് കഴിഞ്ഞപ്പോൾ പത്രോസ് പറഞ്ഞത് ശ്രദ്ധിച്ചില്ലേ? ഇല്ലയോ, ഞാൻ 3 കൂടാരം ഉണ്ടാക്കാം. 1 നിനക്ക്, 2 ഈ വന്നിരിക്കുന്നവർക്ക്. തൻ്റെ പേര് പോലും അവിടെ ഇല്ല. നമ്മുടെ പേരെടുക്കരുതെന്ന് ഞാൻ പറഞ്ഞില്ല, ഞാൻ എൻ്റെ പേരെടുക്കും പറയുമ്പോൾ. പക്ഷേ എൻ്റെ ലക്ഷ്യം ദൈവനാമ മഹത്വത്തിനാണ്. ഞാനിങ്ങനെ പറയാറുണ്ട്, അല്ലെങ്കിൽ ദൈവം എന്നെ ഓടിച്ചിട്ടടിക്കട്ടെ. ഹൃദയത്തിൻ്റെ അടിത്തട്ടിൽ നിന്ന് പറയുകയാണ്, എൻ്റെ ലക്ഷ്യം അതാണ്. 2 വിശ്വസ്തത. എഴുതിയെടുത്താൽ നിങ്ങൾക്ക് എവിടെയെങ്കിലും പ്രസംഗിക്കാം. കാരണം ഇത് ആരുടെ മീറ്റിംഗ് ആണ്? ദൈവവേലക്കാർക്കും ദൈവവേല ചെയ്യുവാൻ ആഗ്രഹിക്കുന്നവരും. അത് വീട്ടിലായിരിക്കാം, ഒരു സൺഡേ സ്കൂളിലായിരിക്കാം, ഒരു കൊച്ചു ഗ്രൂപ്പിലായിരിക്കാം. നമുക്ക് പറയാൻ പോകുന്നത് 1 ദാസന്റെ ഹൃദയം, 2 വിശ്വസ്തത, ലോയാലിറ്റി. അല്ലേ? പൗലോസ് ഇന്നുമുണ്ട്, പക്ഷെ തിമോത്തിയോസ് എവിടെ? രണ്ടാമത്തെ ചോദ്യം, ഇന്ന് തിമോത്തിയോസ് ഉണ്ട്, പക്ഷെ പൗലോസ് എവിടെ? എന്നെ കൊണ്ട് ചെയ്യാൻ പ്രയാസമാണെന്ന് ഒരിക്കലും തിമോത്തിയോസ് ഒരു കാര്യം പറഞ്ഞില്ല. എവിടെങ്കിലും വായിക്കുമ്പോഴേ എന്നെ കൊണ്ട് പ്രയാസം, എനിക്ക് അമ്മയൊക്കെ ഉണ്ട്, നോക്കണം എന്ന് പറഞ്ഞു. ഇല്ല. ഞാൻ ഇന്ന് രാവിലെ പോകുന്ന സമയത്ത് എനിക്ക് ഒരിടത്ത് പോകണമായിരുന്നു. അത് കഴിഞ്ഞിട്ടാണ് ഓഫീസിൽ പോയത്. ആ വണ്ടിക്കകത്തിരുന്നുകൊണ്ട് എനിക്ക് വണ്ടി ഓടിക്കാൻ അറിയത്തില്ല. എനിക്ക് വണ്ടി ഇല്ല താനും. പക്ഷേ ഓഫീസിലൊരു വണ്ടിയുണ്ട്, ഞാൻ ചോദിച്ചാൽ തരണമെന്ന് ഇന്ത്യൻ ഇവാഞ്ചലിക്കൽ ടീമിൻ്റെ പ്രസിഡന്റ് പറഞ്ഞിട്ടുണ്ട്. അതുകൊണ്ട് ഞാൻ ചോദിച്ചുടനെ വന്നു. ഞാൻ ഡ്രൈവറുടെയൊക്കെ പറഞ്ഞു, ശങ്കർ, ഞാൻ ഒരിക്കലും എന്നെ കൊണ്ടൊക്കത്തില്ല എന്ന് പറയുകയില്ല എന്നാണ് എൻ്റെ തീരുമാനം. ഐ വിൽ ട്രൈ. ഞാൻ ഒന്നും അല്ലെങ്കിൽ ശ്രമിക്കും. എന്നെ കൊണ്ട് ചെയ്യാനൊക്കാത്ത ചിലവിലുണ്ട്. ശരീരം കൊണ്ട് എന്നെ കൊണ്ട് ജോലി ചെയ്യാനൊക്കത്തില്ല. ഞങ്ങളുടെ വീട്ടിലെല്ലാവരും അങ്ങനെയാണ്. അല്ലേ? കിളയ്ക്കാൻ പറഞ്ഞാൽ ഒക്കത്തില്ല. കുറച്ച് മണ്ണൊക്കെ കോരിയിടാം, പക്ഷെ കിളയ്ക്കാൻ പറഞ്ഞ പ്രയാസമാണ്. എങ്കിലും ഞാൻ പറയും, ഐ വിൽ ട്രൈ. അപ്പോൾ നമ്മളും ഒരു ലോയൽ ആയിരിക്കണം, വിശ്വസ്തനായിരിക്കണം. 3, ടീച്ചബിലിറ്റി ഉണ്ടായിരുന്നു. പൗലോസിൻ്റെ ഉപദേശം അവൻ ശ്രദ്ധിച്ചു, നിർദ്ദേശങ്ങൾ അനുസരിച്ചു, ഉപദേശം ആരാഞ്ഞു. ആരാ ഉപദേശം ചോദിക്കുന്നത്? അനുസരിക്കാൻ തയ്യാറുള്ളവരും കോപ്പി ചെയ്യാൻ തയ്യാറുള്ളവരും. ഇന്നത്തെ ഒരു വലിയ പ്രശ്നം, പലരുടെക്കലും എന്തെങ്കിലും പറഞ്ഞു കഴിഞ്ഞാൽ അവർ റീബഫ് ചെയ്യും എന്ന് പറഞ്ഞാൽ ശരിയല്ല. നമുക്കൊരു ടീച്ചബിലിറ്റി ഉണ്ടായിരിക്കണം. ഞാൻ നിങ്ങളുടെ അടുക്കൽ ഒരിക്കൽ പറഞ്ഞതാണ്, ഞങ്ങളുടെ സംഘടനയിൽ ഞാൻ ലീഡറായിരിക്കുമ്പോൾ ഞാൻ അവിടെ ഒരു സജഷൻ ബോക്സ് വെക്കുമായിരുന്നു. എന്നിട്ട് ഞാൻ അവരോടൊക്കെ പറയും, എന്നിലുള്ള സംഘടനയിലുള്ള ഏതെങ്കിലും 3 നല്ല കാര്യം എഴുതിയിട്ട് 2 നെഗറ്റീവ് വശം കൂടി എഴുതിയാട്ടെ. നിങ്ങൾ പറഞ്ഞില്ലെങ്കിൽ പിന്നെ ആര് പറയും? അക്രൈസ്തവൻ പറയുമോ? അതൊരു ക്രിസ്തു വിരോധി പറയുമോ? അവരാണ് എന്നെ അടുത്തറിയുന്നത്. ഒരാൾ എഴുതി, വർഗീസ് മുൻകോപിയാണ്. ഞാൻ എന്നെ തന്നെ പരിശോധിച്ചു. ഞാൻ എൻ്റെ ഭാര്യയുടെ അടുക്കൽ മുൻകോപിച്ച് വർത്താനം പറഞ്ഞിട്ടുണ്ട്, പക്ഷേ എൻ്റെ കൂട്ടുവേലക്കാരുടെയൊക്കെ ഞാൻ അങ്ങനെ പറഞ്ഞായിട്ട് എനിക്ക് ഓർമ്മയില്ല. എങ്കിലും അത് ഇന്നും എൻ്റെ മനസ്സിനകത്തുണ്ട്. ഒരു 10-30 വർഷത്തിന് മുമ്പുണ്ടായ കാര്യമാണ്. അതുകൊണ്ട് ഞാൻ എന്നെ തന്നെ ശ്രദ്ധിക്കും. എൻ്റെ സഹോദരന്മാരുടെ അടുക്കൽ സംസാരിക്കുമ്പോൾ ഞാൻ കോപിക്കാൻ പാടില്ല. കോപിക്കാം. ചിലത് കാര്യങ്ങൾ കോപിച്ചെങ്കിലേ ഒക്കത്തുള്ളൂ, എങ്കിലേ അവർക്കത് മനസ്സിലാകത്തുള്ളൂ. എടാ കുഞ്ഞെ, നീ ആ പറഞ്ഞത് ശരിയായില്ലെന്ന് പറഞ്ഞാൽ 2ാമത്തെ പ്രാവശ്യം പറഞ്ഞാൽ നീ ആ പറയാൻ പാടില്ല. അപ്പോൾ ചിലപ്പോൾ കോപിക്കേണ്ടി വരും, കോപം ആക്ട് ചെയ്യേണ്ടി വരും. അപ്പോൾ നമ്മുടെ ജീവിതത്തിനകത്തെ ടീച്ചബിലിറ്റി ഉണ്ടാക്കിയെടുക്കണം. അത് അപ്പൻ പറഞ്ഞാലും താഴെയുള്ളവർ പറഞ്ഞാലും, വേറൊരാൾ പറഞ്ഞു കഴിഞ്ഞാലും, ഒരു അക്രൈസ്തവൻ പറഞ്ഞു കഴിഞ്ഞാലും. ഞാൻ എൻ്റെ ഉദാഹരണം പറഞ്ഞിട്ടുണ്ടല്ലോ. ഞാൻ പട്ടാളത്തിലിരിക്കുന്ന സമയത്ത് ഒരു ദിവസം എഴുത്തെഴുതുമായിരുന്നു, ലിലിക്ക് എഴുത്തെഴുതുമായിരുന്നു, ടൈപ്പ് ചെയ്യാമായിരുന്നു. എൻ്റെ ഓഫീസർ GN നായർ സാർ കയറി വന്നു. മലയാളത്തിൽ അദ്ദേഹം സംസാരിക്കത്തുള്ളൂ മലയാളികളോട്. സാധാരണ മിലിറ്ററി ഓഫീസേഴ്സ് അങ്ങനെ സംസാരിക്കത്തില്ല. അദ്ദേഹം നല്ല മനുഷ്യനാണ്, കായംകുളത്തുകാരൻ. അദ്ദേഹത്തിൻ്റെ വന്ന് ചോദിച്ചു, ഉപദേശിയെ എന്താ എടുക്കുക? ഞാൻ പറഞ്ഞു, ഒരു എഴുത്തെഴുതുക. ആർക്കാ? ഭാര്യയ്ക്കാ. അപ്പം ഓഫീസ് ടൈമിനകത്ത് എനിക്ക് ജോലി ചെയ്യാം, പ്രൈവറ്റ് ജോലി ചെയ്യാം. ഞാൻ പറഞ്ഞു, സാറേ എൻ്റെ ജോലിയൊന്നുമില്ല. അപ്പോൾ ഓഫീസ് ജോലി ചെയ്യുന്നവർക്കൊക്കെ ഒരു പെൻഡിങ് ഫയൽ കാണും, ചെയ്തു തീർക്കാനുള്ള ജോലിയുടെ. അത് എടുത്ത് നോക്കിയപ്പോൾ അതിനകത്ത് ഒരു ലെറ്ററും ഇല്ല. അവിടെ ഇരുന്ന വേറൊരു എന്നെക്കാളും സീനിയർ ഒരു സിവിലിയൻ ഓഫീസറുണ്ട്, അത് ഹെഡ് ക്ലാർക്കുണ്ട്. അദ്ദേഹത്തിനൊക്കെ പറഞ്ഞു, നോക്കി അവനെ ഒരാളിൻ്റെ കൂടെ ജോലി കൊടുത്താട്ടെ. അപ്പോൾ ഒരാളുടെ ജോലി കൊടുത്തു. പിന്നെ ഒരു ദിവസം കയറി വന്നു കഴിഞ്ഞപ്പോൾ ഞാൻ വീണ്ടും ടൈപ്പ് ചെയ്യുക. എന്തോ വർഗീസ് ചെയ്ത്? ഞാൻ പറഞ്ഞു, ഭാര്യയ്ക്ക് എഴുതെഴുതുക. അതിൻ്റെ ജോലിയൊന്നുമില്ല. ഞാൻ പറഞ്ഞില്ല സാറേ. അദ്ദേഹം പെൻഡിങ് ഫയൽ എടുത്ത് നോക്കിയില്ല.
അപ്പൊ അദ്ദേഹം വേറൊരു കാര്യം പറഞ്ഞു. ഓഹോ, അപ്പൊ ഗവൺമെന്റിന്റെ കടലാസിനകത്ത് ആ ഭാര്യയ്ക്ക് എഴുത്തെഴുതുന്നത്. ഞാൻ പറഞ്ഞു, സാറേ, എത്ര കടലാസ് ഞാൻ കീറിക്കളയുന്നു, തെറ്റിപ്പോയാൽ കീറിയെടുക്കത്തുള്ളൂ. ഇപ്പോഴില്ലേ നമുക്ക് കമ്പ്യൂട്ടറിനകത്ത് കറക്റ്റ് ചെയ്യുന്നത്. ആ ഉപദേശിയാകുന്നതിന് മുമ്പ് തന്നെ നിന്ന് പിഴയ്ക്കാൻ അറിയാമല്ലോ. അദ്ദേഹത്തിന് കുറച്ച് ക്രിസ്ത്യാനികളെ പറ്റി അറിയാവുന്ന കൂട്ടത്തിലാണ്. അദ്ദേഹം പോയി. ഞാൻ എഴുതി വെച്ച ആൾ പറഞ്ഞു, ശരിയല്ലേ, ഞാൻ ഗവൺമെന്റിന്റെ സമയത്ത് എഴുതിയാലും ന്യായമുണ്ട്, ന്യായീകരിക്കാം. പക്ഷേ അദ്ദേഹം പറഞ്ഞതുപോലെ ഞാൻ ഗവൺമെന്റിന്റെ കടലാസിൽ എഴുതുന്നത്. ഞാൻ അദ്ദേഹത്തിന്റെ മുറിയിലോട്ട് കയറി ചെന്നിട്ട് പറഞ്ഞു, സാറേ, ഇനി മേലാൽ ഞാൻ എടുക്കത്തില്ല. ഉടനെ തന്നെ ഞാൻ പോയിട്ട് ഒരു ലെറ്റർ പാഡ് വാങ്ങിച്ചു. എനിക്കിപ്പോഴും ഓർമ്മയുണ്ട്, 86 പൈസയായിരുന്നു ലെറ്റർ പാഡിന്റെ വില. 100 ഷീറ്റ്, അത്രയേ ഉള്ളൂ. ഇപ്പം ഈ ഗവൺമെന്റ് കടലാസ് എടുക്കേണ്ട ആവശ്യം 50 100 എനിക്ക് ഓർമ്മയില്ല. എന്തായാലും അത്രയേ ഉള്ളൂ കാര്യം. 50 ഷീറ്റാണ്. അപ്പോൾ നമ്മുടെ വേറൊരാളായാലും അന്യജാതിക്കാരനായാലും വേറൊരാളായാലും പറഞ്ഞാൽ അത് ടീച്ചബിലിറ്റി ഉണ്ടെങ്കിലേ അത് നമ്മൾ സ്വീകരിക്കത്തുള്ളൂ. 4, സഭയെപ്പറ്റി വലിയ ചിന്തയുണ്ടായിരുന്നു. പൗലോസിന് ഉണ്ടായിരുന്നത് പോലെ പൗലോസിനെ ബർത്ത് ചെയ്യാൻ, സ്ഥാപിക്കാൻ, തിമോത്തിയോസിന് അത് കൊണ്ടു നടക്കാൻ വലിയ ചിന്തയുണ്ടായിരുന്നു. എ ഡീപ്പ് കൺസേൺ. നിങ്ങൾക്ക് നിങ്ങളുടെ സഭയെപ്പറ്റി അതിനെപ്പറ്റി ഒരു അമിത ആവേശമല്ല, അതല്ല അല്ലേ, നമ്മൾ ടെററിസ്റ്റായി മാറാൻ പാടില്ല അല്ലേ. കത്തോലിക്കർക്ക്, യാക്കോബക്കാർക്ക്, മർത്തോമക്കാർക്ക്, IPC-ക്കാർക്ക് നമ്മൾ ഒരു ടെററിസ്റ്റായി തീരാൻ പാടില്ല. പക്ഷെ നമ്മുടെ സഭയോടൊരു സ്നേഹം വേണം, നമ്മുടെ സംഘടനയോടൊരു സ്നേഹം വേണം. അവൻ സഭയെ പറ്റി ഒരു ചിന്ത, ഇത് നന്നാവണം, ആളുകൾ പിന്മാറിപ്പോകാൻ പാടില്ല, ഇനിയും പുതുതായിട്ട് ആൾ രക്ഷിക്കപ്പെടണം. 5, അവനൊരു ധൈര്യം കാട്ടുന്നവനായിരുന്നു. ഭയത്തെ അതിജീവിച്ചു. എതിർപ്പിൽ അവൻ പതറിയില്ല. ഈ 3 ഗുണങ്ങൾ ദൈവവേലക്കാരെല്ലാവരും ഉണ്ടാക്കണം. സൺഡേ സ്കൂൾ ആയിരിക്കാം. നിങ്ങൾക്കറിയാമല്ലോ, വടക്കേ ഇന്ത്യയിൽ വലിയ പ്രയാസമാണ്. അഴിച്ചു വിട്ടതുപോലാണ് അല്ലേ. ഇതുവരെ ആക്ഷനൊന്നും ഉണ്ടായിട്ടില്ല. ജയിലിൽ കിടന്ന കന്യാസ്ത്രീകളെ വിട്ട് ജാമ്യത്തിൽ വിട്ടതേ ഉള്ളൂ. അതുകൊണ്ട് അക്രമം നിന്നോ? ഇല്ല. ഇന്നലെയും ഒറീസയിലെ ആളുകൾ വനത്തിലോട്ട് ഓടിപ്പോകേണ്ടി വന്നു. അതിൻ്റെ റിപ്പോർട്ടുണ്ട്. രാജസ്ഥാനില് വേറൊരു ബ്രദറിനെ അടിച്ചു. വേറെടുത്ത് ഉണ്ട്. അപ്പോൾ ഇവിടെയൊക്കെ നമ്മൾ ധൈര്യശാലിയായിരിക്കണം. എതിർപ്പിൽ നമ്മൾ പതറാൻ പാടില്ല. അത് കേരളത്തിലായാലും വേറെ എവിടെയെങ്കിലും ആയാലും. 6, നല്ല പൈതൃകം, നല്ല ഹെറിറ്റേജ്. അവൻ്റെ അമ്മയും വല്യമ്മയും വിശ്വാസികളായിരുന്നു. പൗലോസ് പറയുന്നുണ്ട്, അവൻ്റെ വിശ്വാസത്തെയും സ്വഭാവത്തെയും അവൻ്റെ അമ്മയും വല്യമ്മയും രൂപം നൽകി. നിങ്ങളറിയാമോ, നിങ്ങൾ നിങ്ങളുടെ മക്കൾക്ക് രൂപം കൊടുക്കുകയാണ്. അത് ജീവിതത്തിനകത്തായിരിക്കാം, കൊടുക്കൽ വാങ്ങലിനകത്തായിരിക്കാം. എൻ്റെ പപ്പ, ഞാൻ എപ്പോഴും പപ്പായെ പറ്റി പറയും, വലിയ മാന്യനായിരുന്നു. ഞങ്ങളുടെ അയലത്തുള്ള ഒരു വീട്ടുകാരുടെ പറങ്കാവിൻ്റെ കമ്പങ്ങാണ്ട് ഇങ്ങോട്ട് കയറി വന്ന് പടന്ന് ഞങ്ങളുടെ റബ്ബറിൻ്റെ മേളിൽ കൂടെ കയറി. പപ്പ ഒരു വെട്ടുകത്തി എടുത്ത് പപ്പ തന്നെ അതങ്ങ് വെട്ടിക്കളഞ്ഞു. വീട്ടിൽ അന്നേരം വേലക്കാർ കാണത്തില്ല. പപ്പ തന്നെ അതങ്ങ് വെട്ടി. ആ സ്ത്രീ പപ്പായൊക്കെ പറഞ്ഞു, സാറേ, സാറൊരു മാന്യനില്ലയോ, സാറ് വെട്ടാൻ പാടില്ലായിരുന്നു, എൻ്റെയൊക്കെ പറഞ്ഞെങ്കിൽ ഞാൻ വെട്ടിയനെയായിരുന്നു. പപ്പ തിരിച്ച് വീട്ടിൽ വന്ന് പറഞ്ഞു, ആ സ്ത്രീ പറഞ്ഞത് ശരിയാണ്, ഞാൻ അവരുടെയൊക്കെ പറഞ്ഞിട്ട് അവർ ചെയ്തില്ലെങ്കിലായിരിക്കണം ഞാൻ ചെയ്യുന്നത്. ഞാനൊരു മാതൃകയുണ്ട്, പപ്പായിലൊരു മാതൃകയുണ്ട്. നമ്മളെല്ലാവരും നമ്മുടെ മക്കളെ പഠിപ്പിക്കണം. പ്രാർത്ഥിക്കുന്നത്, ഞങ്ങളുടെ വീട്ടിൽ രാവിലെയും വൈകിട്ടും പ്രാർത്ഥനയുണ്ട്. എവിടുന്ന് കിട്ടിയതാ? എൻ്റെ പപ്പായിൽ നിന്ന് കിട്ടിയതാ. വേദപുസ്തകത്തിൽ എവിടെയെങ്കിലും എഴുതിയിട്ടുണ്ടോ രാവിലെയും വൈകിട്ടും പ്രാർത്ഥിക്കണം? ഞാൻ എഴുതിയിട്ടില്ല. എൻ്റെ പപ്പായിൽ നിന്ന് എനിക്ക് കിട്ടിയതാണ് കുടുംബ പ്രാർത്ഥന. അതുകൊണ്ട് നിങ്ങളുടെയും മക്കൾക്ക് പൈതൃകം കൊടുക്കണം. ഗുരുക്കന്മാരെ മാനിക്കണം. എൻ്റെ അമ്മച്ചി പഠിപ്പിച്ചിട്ടുണ്ടായിരുന്നു, എടാ, മുണ്ട് കൊടുത്തുകൊണ്ട് പോവുകയാണെങ്കിൽ, നിന്റെ അധ്യാപകനെ കാണുവാണെങ്കിൽ മുണ്ട് മടക്കി കുത്തിയിരിക്കുന്ന അഴിച്ചിട്ടും വെച്ച് നമസ്കാരം സാർ എന്ന് പറയണം. ബാക്കിയുള്ളവർ പറയുന്നില്ല, ബാക്കിയുള്ളവർ, അതെനിക്ക് പ്രശ്നമല്ല. നമ്മളെല്ലാവരും നമ്മുടെ സ്വഭാവത്തെയും നമ്മുടെ മക്കൾക്കും കൊച്ചുമക്കൾക്കും നമ്മുടെ ജീവിതം കൊണ്ട് നമ്മൾ ഉപദേശം കൊണ്ടല്ല, ജീവിതം കൊണ്ട് പഠിപ്പിക്കണം. 7, ഉപദേശത്തെ മലിനമാക്കിയില്ല, മായം ചേർത്തില്ല, വെള്ളം ചേർത്തില്ല. നമ്മുടെ ഉപദേശത്തെ മായം ചേർക്കാൻ പാടില്ല. രൂപ കിട്ടിയാലും രൂപ കിട്ടിയില്ലേലും എൻ്റെ പോളിസിയാണ്. ചിലർക്ക് ഇങ്ങനെ പറയും, വർഗീസ് എവിടെയെങ്കിലും ചെന്ന് കഴിയുമ്പോഴത്തേക്ക് ഉപദേശത്തിനകത്ത് ഒരെണ്ണത്തിനകത്ത് പറയാം,
ഏതെങ്കിലും ഒരെണ്ണത്തിനകത്ത് തുടങ്ങി. ഞാൻ ഡൽഹി പറയുന്നതാണ് കേരളത്തിൽ പറയുന്നത്, കേരളത്തിൽ പറയുന്നത് അമേരിക്ക പറയുന്നത്, അവിടെ പറയുന്നതാണ് ഗൾഫിൽ പറയുന്നത്. ഒരിടത്തും മാറ്റിയിട്ടില്ല, ഒരിടത്തും മാറ്റിയിട്ടില്ല. സായിപ്പിൻ്റെ മുമ്പാകെയും മാറ്റിയിട്ടില്ല, എൻ്റെ സപ്പോർട്ടർമാരുടെ മുമ്പാകെയും മാറ്റിയിട്ടില്ല. എനിക്ക് മറ്റുള്ളവരെ ബഹുമാനിക്കാൻ അറിയാം, കത്തോലിക്കരെ ബഹുമാനിക്കാൻ അറിയാം. ഉപദേശത്തിൻ്റെ കാര്യത്തിലല്ല, അവിടെ ജീവിതത്തിനകത്ത് മർത്തമക്കാരെ എനിക്ക് ബഹുമാനിക്കുവാൻ കഴിയും. നിങ്ങൾ എന്നെ ഞാൻ ചെയ്യുന്നത് ശരിയല്ലെന്ന് നിങ്ങൾ പറഞ്ഞേക്കാം, പക്ഷേ എൻ്റെ വിചാരം ശരിയാണ്. ഹല്ലേലൂയ. അതുകൊണ്ട് നിങ്ങളുടെ ഉപദേശത്തിനകത്ത് മായം ചേർക്കരുത്, വെള്ളം ചേർക്കാൻ പാടില്ല. പൗലോസ് പറഞ്ഞതൊക്കെ അതുപോലെ തന്നെ ചെയ്തു. 8 ഒരു സ്ഥിരോത്സാഹമായിരുന്നു. എന്ന് പറഞ്ഞാൽ സ്ഥിരമായ ഉത്സാഹം, പെർസവറൻസ് എന്ന് ഇംഗ്ലീഷിൽ പറയും. തുടങ്ങിയാൽ മാത്രം പോരാ, നന്നായി അവസാനിപ്പിക്കണം, അത് ചെയ്തു തീർക്കണം. തുടങ്ങി വെച്ചാൽ പോരാ. എനിക്ക് ചിലരെ അറിയാം, ഏതെങ്കിലുമൊക്കെ ചെയ്യാൻ തുടങ്ങി, ഒരു പുസ്തകം എഴുതാൻ തുടങ്ങിയാലും കുറച്ച് എഴുതി വെച്ചൊക്കെ നിർത്തും, ഒരു ലേഖനം എഴുതാൻ തുടങ്ങിയാലും അങ്ങ് നിർത്തും. പോരാ, നമ്മളത് ചെയ്യണം, സ്ഥിരോത്സാഹമായിട്ട് ചെയ്യണം, അത് നിർത്താൻ പാടില്ല, അത് ചെയ്തു തീർക്കണം. എന്തെങ്കിലും ചെയ്തു കഴിഞ്ഞാൽ ചെയ്തു തീർക്കണം. ക്രിസ്തീയ ജീവിതം, ക്രിസ്തീയ ശുശ്രൂഷ ഒരു യാത്രയാണ്, ഇടയ്ക്ക് വെച്ച് നിർത്തരുത്. ലോത്ത് നിർത്തി, ദേമാസ് നിർത്തി. 2 തിമോത്തിയോസ് 4:10. ദേമാസ് വായിച്ചോളെ. ദേമാസ് ഈ ലോകത്തെ സ്നേഹിച്ചിട്ട് എന്നെ വിട്ട് തെസ്സലോനിക്കയിലേക്ക് പോയി. കണ്ടോ, തിമോത്തിയോസ് പോയില്ല, പക്ഷെ ദേമാസ് പോയി. ദേമാസ് പിന്മാറിപ്പോയെന്ന് ചിലർ പറയും, ശരിയല്ല. ദേമാസ് പിന്മാറിപ്പോയില്ല, സ്വന്തം നാട്ടിലോട്ട് പോയതാ. ഇവിടുത്തെ പ്രയാസം, കഷ്ടപ്പാട്, പൈനിയർ വർക്ക് എപ്പോഴും പ്രയാസമാണ്. തിരുവല്ലയിൽ ഒരു സഭയിലെ സുവിശേഷ വിലക്കാരനായിരിക്കാൻ എളുപ്പമാണ്. സഭ ഒന്നും ഇല്ലേലും ശരി, അതിന് വീട്ടിൽ ചെന്നാൽ കട്ടൻ കാപ്പിയെങ്കിലും കിട്ടും. വടക്കേ ഇന്ത്യയിൽ എന്തോ കിട്ടും? ചീത്തവിളി കിട്ടും, ചീത്തവിളി കിട്ടും. അതുകൊണ്ട് അവൻ തിരിച്ച് നാട്ടിലേക്ക് പോവുകയായിരുന്നു. ഞാൻ നിങ്ങളുടെയൊക്കെ പറയുന്നു, നാം ഇടയ്ക്ക് വെച്ച് നിർത്താൻ പാടില്ല. 9ാമത്തെ കാര്യം, ജീവിതം ഉപദേശമാക്കുക, ഉപദേശം ജീവിതമാക്കുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, വാക്ക് ഓൺ ദ ടാക്ക്, ടാക്ക് ഓൺ ദ വാക്ക്, രണ്ടും പറയാം. നീ പറയുന്നതായിരിക്കണം നീ ചെയ്യുന്നത്, ചെയ്യുന്നതായിരിക്കണം പറയുന്നത്. ഞാൻ പറയുകയാണ്, നിങ്ങളെല്ലാവരും ദശാംശം കണക്ക് നോക്കി കൊടുക്കണം. ഞാൻ കൊടുത്തില്ലെങ്കിലും നമ്മളെല്ലാവരും രാവിലെയും വൈകിട്ടും പ്രാർത്ഥിക്കണം. 1-1.5 മണിക്കൂർ പ്രാർത്ഥിക്കണം. നമ്മൾ പ്രാർത്ഥിച്ചില്ലെങ്കിലോ? വീട്ടിൽ നിങ്ങൾ മാതൃകയായിരിക്കണം. പക്ഷേ അപ്പച്ചൻ മാതൃകയൊന്നുമല്ല, കുടുംബ പ്രാർത്ഥനയ്ക്ക് വന്നിരിക്കത്തില്ല. അപ്പച്ചൻ അവിടെ നിന്നുകൊണ്ട് ടെലിവിഷൻ കണ്ടുകൊണ്ടിരിക്കുക, ഭാര്യയും മക്കളും കൂടെ പ്രാർത്ഥിക്കുവാണെങ്കിലോ? നിന്റെ ജീവിതം നിന്റെ ഉപദേശമാക്കണം, നിന്റെ ഉപദേശം നിന്റെ ജീവിതമാക്കണം. കേട്ടോ എല്ലാവരും. 10 അവൻ പൗലോസിനോട് ചേർന്നത് PRS കിട്ടിയപ്പോഴല്ല, യൗവനത്തിലായിരുന്നു. അതുകൊണ്ട് പൗലോസിന്റെ ആത്മീക മകനായി. പൗലോസിന് മക്കളില്ല, കല്യാണം കഴിച്ചതായിരിക്കണം, തീർച്ചയായിട്ടും. പക്ഷെ ഭാര്യ മരിച്ചു പോയതായിരിക്കാം, അല്ലെങ്കിൽ ഇദ്ദേഹം ക്രിസ്ത്യാനിയായപ്പം വിട്ടും വെച്ച് പോയതായിരിക്കാം, വേദപണ്ഡിതന്മാർക്കും അറിയത്തില്ല. പക്ഷെ തിമോത്തി ഒരു മകനെ പോലായിരുന്നു. എനിക്കും ചിലരൊക്കെ മകനെ പോലാണ്, ചിലരൊക്കെ. അത് അവരുടെ പണം കൊണ്ടല്ല, അല്ല, അവരുടെ എന്നോടുള്ള സ്നേഹം, കമ്മിറ്റ്മെന്റ്, അതുകൊണ്ടാണ്. നിങ്ങളും നിങ്ങളുടെ എൻ്റെ ശബ്ദം കേട്ടാണ്, ദൈവവേല ചെയ്യണമെന്ന് ആഗ്രഹിക്കുന്നവർ VRS കിട്ടിയിട്ടല്ല, നിങ്ങളുടെ യൗവനത്തിൽ. യേശുക്രിസ്തു വിളിച്ച എല്ലാം യൗവനക്കാരാണ്. സ്ത്രീകളെ വിളിക്കരുതെന്ന്, സ്ത്രീകളെ ആക്കാൻ പാടില്ലെന്ന് പറയുന്നവരും വയസ്സന്മാരെ ദൈവവേലയ്ക്ക് എടുക്കും. അതെന്താ? എടാ, യേശുക്രിസ്തു വയസ്സന്മാരെ ആരെങ്കിലും എടുത്തായിരുന്നോ? ഇല്ലല്ലോ. നിങ്ങളുടെ യൗവനത്തിൽ ദൈവവേലയ്ക്ക് വേണ്ടി പോകണം. നിങ്ങളുടെ മക്കളെയും പ്രേരിപ്പിക്കണം. നല്ല ആരോഗ്യമുള്ള സമയത്ത് പോകണം. പട്ടാളത്തിൽ എടുക്കുന്നത് അങ്ങനെ ഇല്ലയോ? 40 വയസ്സുള്ളവർ പട്ടാളത്തിൽ ചെന്നാൽ എടുക്കുമോ? ഇല്ല. എൻ്റെ വിചാരം 25 വയസ്സ് വരെ എടുക്കത്തുള്ളൂ. നിങ്ങളുടെ യൗവനത്തിൽ ദൈവത്തിൻ്റെ വേലയ്ക്ക് വേണം. ഒരാളിനോടുകൂടെ കമ്മിറ്റ്മെൻ്റ് ആയിട്ട് നിൽക്കണം. ഒരു ലീഡറോടൊപ്പം പ്രയാസത്തിൽ, ദുഃഖത്തിൽ, വേദനയിൽ അദ്ദേഹത്തോടൊക്കെ ചേർന്ന് നിൽക്കുക. 11 ഇന്നത്തെ ഞാൻ പറഞ്ഞതിൻ്റെ ബാക്കി പറയാം. ഇന്നത്തെ ഒരു ലീഡറിൻ്റെ ഒക്കെ ചോദിച്ചു കഴിഞ്ഞാൽ മിക്കവാറും എല്ലാ ലീഡർമാരും പറയും, എനിക്ക് അത്യാവശ്യം ഒരു തിമോത്തിയാണ്. എൻ്റെ ബാഗ് എടുക്കാനല്ല, എൻ്റെ അടുത്തിരിക്കാൻ, ഞാൻ പറയുന്നത് ചെയ്യാൻ, എവിടെയെങ്കിലുമൊക്കെ ഒന്ന് പറഞ്ഞയക്കാൻ.
ഇന്നെല്ലാവർക്കും a second person is needed. There is a blank. There is a vacancy. He is not there. നിങ്ങൾ ദൈവവേല ചെയ്യുന്നവരാണെങ്കിൽ ഞാൻ നിങ്ങളൊക്കെ പറയുന്നു, നിങ്ങളുടെ ലീഡറിന് ഒരു സെക്കൻഡ് പേഴ്സണായിട്ട് നിന്നാട്ട് പറയണം, ആൾ ബി വിത്ത് യു. എന്നെങ്കിലും നിങ്ങൾ വിട്ടുപോകണമെങ്കിൽ അനുഗ്രഹം വാങ്ങിച്ചുകൊണ്ട് പോകാം, പക്ഷേ അതുവരെ വിശ്വസ്തരായിരിക്കണം. പോയി കഴിയുമ്പോൾ വെച്ച് പിന്നെ എന്തെങ്കിലും കുറ്റം പറയുകയല്ല. ഞാൻ എൻ്റെ കൂട്ടുവേലക്കാർക്ക് പറഞ്ഞുകൊണ്ട്, നിങ്ങൾക്ക് എപ്പോഴെങ്കിലും എന്നെ വിട്ടും വെച്ചു, ഞാൻ ലീഡറായിരിക്കുമ്പോൾ എന്നെ വിട്ടും വെച്ച് പോകണമെങ്കിൽ പോകാം, പക്ഷേ എൻ്റെയൊക്കെ വന്ന് അനുഗ്രഹം വാങ്ങിച്ചുകൊണ്ട് പോകട്ടെ. പോയി കഴിയുമ്പോൾ വെച്ച് പി ജി പരീക്ഷയെ ഞങ്ങളെ അടിക്കുമായിരുന്നു. പി ജി പരീക്ഷൻ്റെ ഭാര്യ ഞങ്ങൾക്ക് ചായ തന്നപ്പോൾ അതിനകത്ത് ഉപ്പിട്ടാ തന്നെ. ആവശ്യമില്ല. ഒരാൾ പറഞ്ഞതാ, ഞങ്ങൾ പിരിഞ്ഞു പോകുമ്പോൾ എന്തെങ്കിലും കാര്യമായിട്ട് പറയണ്ടായോ അതുകൊണ്ട് പറഞ്ഞാന്ന്. നിങ്ങളത് ചെയ്യേണ്ട ആവശ്യമില്ല. ഇങ്ങനെ എൻ്റെ ശബ്ദം കേട്ടാട്ടെ. ഈ ഉപദേശം നിങ്ങൾ വേറെ ആരും ചിലപ്പോൾ തന്നു കാണത്തില്ല. പിരിഞ്ഞു കഴിഞ്ഞാൽ എന്താ പിരിഞ്ഞെന്ന് ചോദിച്ചാൽ ഇങ്ങനെ പറയാം, ദൈവത്തിൻ്റെ ആത്മാവെന്നെ നടത്തി. അങ്ങനെ പറയാനൊക്കെ ഞാൻ ഒന്നിച്ചു നിന്നു. പക്ഷേ ഒരു ദിവസം എനിക്ക് മനസ്സിലായി, ഇതല്ല, വേറൊന്നാണ്. അതുകൊണ്ട് ദൈവത്തിൻ്റെ എത്ര എളുപ്പമാണ്, എത്ര മാന്യതയാണ്. ഏതെങ്കിലും കാര്യം ഉണ്ടായിട്ട് പിരിഞ്ഞെങ്കിലും അത് 10 പേരോട് പറഞ്ഞിട്ട് പ്രയോജനം വല്ലതും ഉണ്ടോ? നിങ്ങൾക്ക് ചോറ് തന്നതല്ലേ അദ്ദേഹം? അദ്ദേഹത്തിൻ്റെ ഭാര്യ നിങ്ങൾക്ക് ചായ ഉണ്ടാക്കി തന്നതല്ലേ? നന്ദിയുള്ള ഹൃദയം. ഹല്ലേലൂയ. 11ാമത്തെ കാര്യം, ഹി ഹാഡ് സ്പിരിച്വൽ ഗിഫ്റ്റ്സ്. നമുക്ക് അറിഞ്ഞൂടാ എന്തൊക്കെയാണെന്ന്. ഞങ്ങൾ മൂപ്പന്മാരുടെ കൈവപ്പിനാൽ നിനക്ക് കിട്ടിയ കൃപാവരങ്ങൾ, എന്തൊക്കെ കൃപാവരമാണ് നമുക്ക് അറിഞ്ഞുകൂടാ. ദൈവദാസന്മാർ കൈവെക്കുമ്പോൾ കൃപാവരം കിട്ടുമെന്ന് ഈ വേദപുസ്തകം പറയുന്നു. അതുപോലെ പ്രാർത്ഥിക്കണം, ആത്മാർത്ഥമായിട്ട് പ്രാർത്ഥിക്കണം, ആത്മാർത്ഥമായിട്ട് സ്വീകരിക്കണം. അപ്പോൾ നമ്മുടെ കൈവെപ്പിനാൽ കിട്ടണം. എന്തൊക്കെയാണ് കിട്ടിയെന്ന് നമുക്ക് അറിഞ്ഞുകൂടാ. ചിലപ്പോൾ പ്രസംഗിക്കുന്നതിൻ്റെ ആയിരിക്കാം, പ്രവചനത്തിൻ്റെ ആയിരിക്കാം, രോഗശാന്തിയുടെ ആയിരിക്കാം. കിട്ടി. നിങ്ങളും കൃപാവരങ്ങൾ ആഗ്രഹിക്കുന്നെങ്കിൽ ഒരു ദൈവദാസനെ കാണുമ്പം കാര്യമായിട്ട് പറയണം. ബസ് സ്റ്റാൻഡിൽ വെച്ച് ഓടിച്ച് പ്രാർത്ഥിക്കണം, അന്നേരം കിട്ടുമെന്ന് എനിക്കറിയാം. പക്ഷെ അങ്ങനെയല്ല. ഒരു ഉപവാസ പ്രാർത്ഥനയിൽ ചെല്ലുമ്പോൾ, ഒരു വീട്ടിൽ ചെല്ലുമ്പോൾ എൻ്റെ തലയിൽ കൈവച്ച് എന്നെ അനുഗ്രഹിച്ച് അയച്ചാട്ട്. ചിലർ എൻ്റെ മുമ്പിൽ മുട്ടുകുത്തും. കഴിഞ്ഞ ദിവസം ഡൽഹിയിൽ 2 ദിവസത്തെ മീറ്റിംഗ് ഉണ്ടായിരുന്നു. ദേശത്തിന് വേണ്ടി പ്രാർത്ഥിക്കുക, ഇന്ത്യക്ക് വേണ്ടി പ്രാർത്ഥിക്കുക. ഞങ്ങൾ 150 പേര് 28 സ്റ്റേറ്റിൽ നിന്ന് വന്നു. ഞാനും ഉണ്ടായിരുന്നു. ഞാൻ പ്രസംഗിക്കാൻ പോയതല്ല, അറ്റൻഡ് ചെയ്യാൻ പോയതാണ്. അങ്ങനെ പലരും എൻ്റെ മുമ്പിൽ വന്ന് മുട്ടുകുത്തി. ഞാൻ പറഞ്ഞു, എഴുന്നേറ്റ് നിന്നാട്ടെ, ഞാൻ കെട്ടിപ്പിടിച്ച് പ്രാർത്ഥിക്കുക. എനിക്കതാണ് കുറച്ചുകൂടി ഇഷ്ടം, മുട്ടുകുത്തുന്നതിനേക്കാൾ കെട്ടിപ്പിടിച്ച് പ്രാർത്ഥിക്കാൻ. കൈവപ്പിനാൽ കൃപാവരം പ്രാപിച്ചെടുക്കണം കേട്ടോ. ഹല്ലേലൂയ. എന്തൊക്കെ കിട്ടി നമുക്ക് അറിഞ്ഞുകൂടാ. എന്തൊക്കെ കിട്ടി. എൻ്റെ തലയിൽ കൈവച്ച് ഒത്തിരി പേര് കൈവച്ചിട്ടുണ്ട്, ഒത്തിരി പേര് കൈവച്ചിട്ടുണ്ട്. മലയാളികൾ വെച്ചിട്ടുണ്ട്, വടക്കേ ഇന്ത്യക്കാർ വെച്ചിട്ടുണ്ട്, സാഹിബ്മാർ വെച്ചിട്ടുണ്ട്. കൃപാവരം ഉള്ളവർ ആര് വെച്ചാലും എനിക്ക് സന്തോഷമേ ഉള്ളൂ. ഹല്ലേലൂയ. 12ാമത്തെ കാര്യം, അവന് ഒരു ബലഹീനത ഉണ്ടായിരുന്നു. അവന് ഭീരുത്വം ഉണ്ടായിരുന്നു, ടിമിഡ്. അവൻ നെർവസ് ആയിരുന്നു, പരിഭ്രമം ഉണ്ടായിരുന്നു. നമുക്കെല്ലാവർക്കും എന്തെങ്കിലും ബലഹീനത കാണും. ഞാൻ ആളുടെയൊക്കെ പറയും, പണം എൻ്റെ ബലഹീനതയല്ല. നിങ്ങൾ കെട്ടുകണക്കിന് രൂപ എൻ്റെ മുമ്പിൽ ഇട്ടാലും ഞാൻ പട്ടിണിയാണേലും 1 രൂപ എടുക്കത്തില്ല. എന്നാൽ എനിക്ക് ഓവർ കോൺഫിഡൻസ് ഇല്ല. നിങ്ങളാരും തെറ്റിദ്ധരിക്കരുത് എന്നെ കേട്ടോ. ഇല്ല, എൻ്റെ ബലഹീനതയല്ല. ഓവർ കോൺഫിഡൻസ് ഇല്ല. ഐ ബി കെയർഫുൾ. പണത്തിൻ്റെ കാര്യത്തിൽ എനിക്ക് ഒട്ടും കെയർഫുൾ ആവേണ്ട ആവശ്യമില്ല. ഞാൻ ആരെയും അടിക്കത്തില്ല, ഇന്ന് വരെ അടിച്ചിട്ടില്ല. രക്ഷിക്കപ്പെട്ടതിന് ശേഷം ഇന്ന് വരെ ആരെയും അടിച്ചിട്ടില്ല. പട്ടാളത്തിരിക്കുമ്പോൾ അടിച്ചിട്ടുണ്ട്, അതിനുശേഷം അടിച്ചിട്ടില്ല. തന്നെ അടിച്ചില്ലേ? ഓ, അത് അടിച്ച് അതിന് ക്ഷമ ചോദിച്ചു കേട്ടോ. അപ്പോൾ നമുക്കെല്ലാവർക്കും ആ വീക്ക്നെസ് അറിഞ്ഞിരുന്നാൽ നിങ്ങൾക്ക് നല്ലത്. എന്താണ് നിങ്ങളുടെ വീക്ക്നെസ്? ഇതാ 2 തിമോത്തി 1:7 പറയുന്നത് കേട്ടാട്ടെ. ഭീരുത്വത്തിന്റെ ആത്മാവിനെയല്ല, ശക്തിയുടെയും സ്നേഹത്തിന്റെയും സുബോധത്തിന്റെയും ആത്മാവിനെ അത്രേ ദൈവം നമുക്ക് തന്നത്. അതാ പറഞ്ഞ. അപ്പോൾ അവിടെ ഭീരുത്വത്തിൻ്റെ ഒക്കെ ഉണ്ടായിരുന്നു കേട്ടോ. അതുകൊണ്ട് അവനെ ഉറപ്പിക്കുകയാണ്. നിനക്ക് ഭീരുത്വത്തിൻ്റെയോ പരിഭ്രമത്തിൻ്റെയോ ഒന്നും ആവശ്യമില്ല. നമ്മുടെ കൂടെയുള്ളവരുടെയും ബലഹീനത അറിഞ്ഞ് അത് ബിൽഡ് ചെയ്യണം. എൻ്റെ പാസ്റ്റർ PM തോമസ്, ഒരു ദിവസം ഞാൻ പട്ടാളത്തിലായിരിക്കുന്ന സമയത്ത് ഒരു ദിവസം ഞാൻ അവിടെ ആരാധിക്കുന്നത് എന്നൊക്കെ പറഞ്ഞ്, വർഗീസേ, നിനക്ക് അഹങ്കാരമുണ്ട്. നീ അഹങ്കരിച്ചാൽ ദൈവം നിന്നെ ചവിട്ടി, ഇംഗ്ലീഷിൽ അദ്ദേഹം പറഞ്ഞ്, നിന്നെ ചവിട്ടി വെളിയിൽ കളഞ്ഞിച്ച് ദൈവം വേറൊരു വർഗീസിനെ വിളിക്കും. ദൈവത്തിന് ആളുകളുടെ കുറവില്ല. നന്നായി അദ്ദേഹം അത് പറഞ്ഞു. ഞാൻ തിരിച്ചൊന്നും പറഞ്ഞില്ല. എനിക്കുള്ള ഒരു കൃപയാണത്. ഞാൻ തിരിച്ചൊന്നും പറഞ്ഞില്ല. ഞാൻ സ്വയം നീതീകരിച്ചുമില്ല. പക്ഷെ ഞാനത്
എനിക്കൊരു സംശയം ഉണ്ടായിരുന്നു, അദ്ദേഹം പറഞ്ഞത് മുഴുവൻ ശരിയാണ്, പക്ഷെ അദ്ദേഹം അന്ന് പറഞ്ഞ് എനിക്ക് നന്നായി. ഞാൻ നിങ്ങളുടെയൊക്കെ പറയുന്നു, നിങ്ങളുടെയും ബലഹീനതകളെ നിങ്ങൾ ബിൽഡ് ചെയ്യണം. നിങ്ങളുടെ കൂടെയുള്ളവർ, നിങ്ങളുടെ മെൻറ്റർ പറയുമ്പോൾ ദേഷ്യപ്പെടാതെ, മെൻറ്റർമാർ പറഞ്ഞു കൊടുക്കുകയും വേണം കേട്ടോ, അതിനാ മെൻറ്റർ വേണമെന്ന് പറയുന്നത്. നിങ്ങളുടെ ബലഹീനതകൾ നിങ്ങൾ ബിൽഡ് ചെയ്യണം. നമുക്ക് എല്ലാവർക്കും ബലഹീനതയുണ്ട്. അത് ചിലപ്പോൾ പണത്തിൻ്റെ ആകാം, സ്ത്രീകളുടെ ആയിരിക്കാം, അഹങ്കാരത്തിൻ്റെ ആയിരിക്കാം, മുൻകോപത്തിൻ്റെ ആയിരിക്കാം, പിന്നെ എന്തൊക്കെയാണ്, ചീത്ത പ്രോഗ്രാമൊക്കെ ഫോണിനകത്ത് കാണുന്നതായിരിക്കാം, പിന്നെ ദേഷ്യ, ഈർഷ്യ, അഹങ്കാരം, ദേഷ്യ, വീഷ്യ, അഹങ്കാരം, ദുർനടപ്പ്, ഇതൊക്കെ ഏതെങ്കിലുമൊക്കെ ഉണ്ടെങ്കിൽ എൻ്റെ തങ്കക്കുടമേ അത് ബിൽഡ് ചെയ്തെടുക്കണം. ഇല്ലെന്ന് വിചാരിക്കരുത്. ഇനി പറയുന്നത് കേട്ടോ, അനേക ദൈവദാസന്മാരും വീണുപോയത് അവരുടെ ഓട്ടത്തിൻ്റെ അവസാന ഘട്ടത്തിലാണ്. സകലത്തിലും. അതുകൊണ്ട് നമ്മുടെ ബലഹീനതകൾ അറിയണം. വേറൊരു നമ്മുടെ കൂടെ പ്രവർത്തിക്കുന്ന നിങ്ങൾ മെൻറ്റർ ചെയ്യുന്ന ഒരാളിനെ അല്ലാത്തവരുടെയൊക്കെ പറയാനൊക്കെ, ഒരാൾ വന്നു കഴിയുമ്പോൾ വേറെ ചില അഹങ്കാരിയാണ്, അങ്ങനെ പറയാനൊക്കെ. പക്ഷെ ഞാൻ മെൻറ്റർ ആണെങ്കിൽ എനിക്ക് പറയാനൊക്കെ. അതുകൊണ്ട് അത് ബിൽഡ് ചെയ്യണം. എന്നെ കൊണ്ടൊക്കുമോ എന്ന് വിചാരിക്കരുത്. 12ാമത്തെ കാര്യം അല്ലേ, വീക്ക്നസ്. അദ്ദേഹത്തിൻ്റെ വിചാരമായിരുന്നു, എന്നെ കൊണ്ടൊക്കുമോ, ഞാൻ പ്രാർത്ഥിച്ചാൽ രോഗശാന്തി കിട്ടുമോ, ഞാൻ മരിച്ചാൽ നമുക്ക് ഉണ്ടാകുന്ന പ്രശ്നങ്ങള നമുക്കെല്ലാവർക്കും ദൈവലീമ. എന്നെ കൊണ്ടൊക്കുമോ, എന്നെ കൊണ്ട് പ്രസംഗിക്കാനൊക്കുമോ. ഇപ്പോഴും ലില്ലിക്ക് പേടിയാണ് പ്രസംഗിക്കാൻ. വിളിക്കുന്നു, അയ്യോ എനിക്ക് പേടിയാണ്. പിന്നെ ഞാൻ തട്ടിക്കൊട്ടി നല്ല വെച്ചാൽ പ്രസംഗിക്കുമെന്നൊക്കെ പറഞ്ഞൊക്കെ ഓടിക്കുക. അപ്പോൾ പ്രോത്സാഹിപ്പിക്കുന്ന നല്ലതാണ്. ഞാൻ പ്രാർത്ഥിച്ചാൽ രോഗശാന്തി നടക്കുമോ? പ്രാർത്ഥിപ്പിക്കണം, കൂടുതലുള്ളവരെ കൊണ്ട് പ്രാർത്ഥിപ്പിക്കണം. ഞാൻ മരിച്ചാൽ എൻ്റെ വീട്ടുകാർക്ക് ആരുണ്ടാവും? അമ്മയെ നോക്കാനോ? ദൈവം നോക്കും. അദ്ദേഹത്തിന് വയറിനും പ്രശ്നം ഉണ്ടായിരുന്നില്ലേ? അതെല്ലാവർക്കും അറിയാം. കള്ളുകൂടിയന്മാർക്ക് എല്ലാവർക്കും അറിയാം. നിനക്ക് വയറിനകത്ത് അസുഖം ഉള്ളതുകൊണ്ട് വീഞ്ഞു കുടിച്ചോ? അയ്യോ എൻ്റെ ദൈവമേ. കള്ളുകൂടിയന്മാർക്ക് എല്ലാവർക്കും ആ വാക്യം അറിയാം. അപ്പം നമ്മുടെ ബലഹീനത നമ്മൾ മനസ്സിലാക്കണം. അത് ആരോഗ്യത്തിൻ്റെ ആയിരിക്കാം, കഴിവിൻ്റെ ആയിരിക്കാം. 13ാമത്തെ കാര്യം, നമ്മുടെ വിശ്വാസം വളരുന്നതായിരിക്കണം. വളരുന്ന വിശ്വാസം, നല്ല മനസ്സാക്ഷി, ഇതിലെല്ലാം വളർത്തിയെടുക്കണം. ഒരു തെങ്ങ് വളർന്നു കഴിഞ്ഞ് വെച്ച് നിൽക്കും. അത് നിൽക്കുന്ന സമയത്ത് മനസ്സിലാക്കണം ഇത് മരിക്കാൻ തുടങ്ങിയെന്ന്. അതുകൊണ്ട് നമ്മൾ മരിക്കരുത്. നമ്മുടെ വിശ്വാസത്തിനകത്ത് വളരണം. ഇന്ന് രാവിലെ ഞാൻ നടക്കാൻ പോയപ്പോഴും ഒരു പ്രസംഗം കേട്ടു. അത് കഴിഞ്ഞ് വെച്ച് ഞാൻ വേറെടുത്ത് പോയെന്ന് പറഞ്ഞല്ലോ. വണ്ടിക്കകത്തിരുന്നുകൊണ്ട് ഒരു പ്രസംഗം കേട്ടു, 3 മിനിറ്റിൻ്റെ. ഇവിടെ വന്നിരുന്നതിന് ശേഷം വൈകുന്നേരം ഞാൻ 1 മണി 5 തോന്നുന്നു. അത് കഴിഞ്ഞപ്പോഴേ ഞാൻ 4 മണിയാകുമ്പോൾ 4 മണി ഞാൻ അത് കഴിഞ്ഞ് വെച്ച് ഒരു മെസ്സേജ് കേട്ടു. ഒന്നല്ല 2-3 കേട്ടു, ചെറിയ മെസ്സേജുകൾ. നമ്മൾ നമ്മുടെ വിശ്വാസം വളർത്തിയെടുക്കണം. നല്ല മനസ്സാക്ഷി, ദൈവത്തിൻ്റെ മുമ്പാകെ, മനുഷ്യരുടെ മുമ്പാകെ നല്ല വിശ്വാസം. ആരെങ്കിലും എൻ്റെ കുറ്റം പറഞ്ഞാൽ എന്നിൽ തെറ്റില്ലെങ്കിൽ എനിക്ക് പേടിയില്ല. തെറ്റുണ്ടെങ്കിൽ ഞാൻ മാപ്പ് പറയും. ക്ഷമ ചോദിക്കാൻ എനിക്ക് ഒട്ടും പ്രയാസമില്ലാത്ത കൂട്ടത്തിൽ. ആദ്യം അങ്ങനെയല്ലായിരുന്നു. ഒരു ദിവസം എൻ്റെ മോൻ പറഞ്ഞു, ഡാഡിക്ക് ക്ഷമ ചോദിക്കാൻ വലിയ എളുപ്പമാണ്, എന്നെ കൊണ്ട് പ്രയാസം. ഞാൻ പറഞ്ഞു, മോനെ, തുടങ്ങിയപ്പോൾ എനിക്കും അങ്ങനെ ആയിരുന്നു. പക്ഷെ ക്ഷമ ചോദിച്ചു വന്നു കഴിഞ്ഞപ്പോൾ എനിക്ക് പ്രയാസമില്ല. അപ്പോൾ തുടങ്ങി തെറ്റുപറ്റിയ ക്ഷമ ചോദിക്കും. പക്ഷെ തെറ്റില്ലാത്ത കാര്യത്തിന് ആ തെറ്റ് പറഞ്ഞു എനിക്ക് അതിന് മുൻപ് പേടിയില്ല. ലില്ലി ചിലപ്പോൾ എന്നെ ഉണ്ടോ, പക്ഷെ അതിനെപ്പറ്റി ഇങ്ങനെ പറഞ്ഞിരിക്കും. അതിനെന്താ പറയട്ടെ, എനിക്ക് പേടിയില്ല. എനിക്ക് സ്വിസ് ബാങ്ക് രൂപ ഉണ്ടെന്ന് പറഞ്ഞു. ഈ പറഞ്ഞവന് സ്വിസ് ബാങ്കിൽ അറിയാൻ വയ്യാഞ്ഞിട്ടാണ്. സ്വിസ് ബാങ്കിനകത്ത് $50,000 കൊണ്ടുകൊടുത്താൽ അവർ വാങ്ങിക്കത്തില്ല. $1,00,000 കുറഞ്ഞെടുക്കുന്ന $1,00,000 കുറഞ്ഞത്. എനിക്ക് 2 അക്കൗണ്ടുണ്ട്. അത് രണ്ടും എൻ്റെ ഓഫീസിലായിരിക്കുന്നത്, എൻ്റെ പാസ്ബുക്ക്. എല്ലാ വർഷത്തിലും ഓഫീസിലായിരിക്കും. എൻ്റെ ലീഡർമാർക്ക് അറിയാം ഏത് അക്കൗണ്ടാണെന്ന്, അവർക്ക് എഴുതി കൊടുത്തിട്ടുണ്ട്. ഞാൻ നിങ്ങളൊക്കെ പറയുന്നു, നല്ല മനസ്സാക്ഷി ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് പേടിക്കേണ്ട ആവശ്യമില്ല. അതാണ് ഐ ആം നോട്ട് അഫ്രൈഡ്. നല്ല മനസ്സാക്ഷി. നമുക്ക് വായിക്കാം 1 തിമോത്തിയോസ് 4:12 മുതൽ 16 വരെ. ആരും നിന്റെ യൗവനം തുച്ഛീകരിക്കരുത്. വാക്കിലും നടപ്പിലും സ്നേഹത്തിലും
വിശ്വാസത്തിലും നിർമ്മലതയിലും വിശ്വാസികൾക്ക് മാതൃകയായിരിക്കാം. ഞാൻ വരുവോളം വായന, പ്രബോധനം, ഉപദേശം എന്നിവയിൽ ശ്രദ്ധിച്ചിരിക്കാം. മൂപ്പന്മാരുടെ കൈവപ്പോടുകൂടെ പ്രവചനത്താൽ നിനക്ക് ലഭിച്ചതായി നിന്നിലുള്ള കൃപാവരം ഉപേക്ഷയായി വിചാരിക്കാതെ നിന്റെ അഭിവൃദ്ധി എല്ലാവർക്കും പ്രസിദ്ധമാകേണ്ടതിന് ഇത് കരുതുക. ഇതിൽ തന്നെ ഇരുന്നു കൊള്ളുക. നിന്നെ തന്നെയും ഉപദേശത്തെയും സൂക്ഷിച്ചു കൊള്ളുക. ഇതിൽ ഉറച്ചു നിൽക്കുക. അങ്ങനെ ചെയ്താൽ നിന്നെയും നിന്റെ പ്രസംഗം കേൾക്കുന്നവരെയും രക്ഷിക്കും. വാസ്തവത്തിൽ ഇത് മാത്രം നമ്മളൊരു ഫ്രെയിം ചെയ്ത് വെച്ച് എല്ലാ ദിവസവും വായിച്ചാൽ മതി. പലരുടെയും വീട്ടിൽ നല്ല വാക്യങ്ങളൊക്കെ ഭിത്തിയെ തൂക്കിയിട്ടുണ്ട്. അവരൊക്കെ ചോദിച്ചാട്ടെ, കഴിഞ്ഞ 10 വർഷത്തിനകത്ത് എപ്പോഴെങ്കിലും ഇത് വായിച്ചോ? ഇല്ല. പിന്നെ ഇതിനകത്ത് തൂക്കിയിട്ടിരിക്കുന്നേ? വായിക്കണം. ഞാൻ വായിച്ചു, ഇന്നും വായിച്ചു. എൻ്റെ മുറി തൂക്കിയിട്ടിരിക്കുന്ന ഞാൻ വായിച്ചു. വായിക്കണം. ഈ വാക്യം ഒക്കുമെങ്കിൽ പ്രിൻ്റ് ഔട്ട് എടുത്ത് വെച്ചാൽ എല്ലാ ദിവസവും വായിക്കാമെങ്കിൽ പ്രിൻ്റ് ഔട്ട് എടുത്ത് വെച്ചാൽ മതി. വായിക്കണം. നമുക്കൊരു നല്ല മനസ്സാക്ഷിയുള്ള വ്യക്തിയായിട്ട് തീരണം. 14ാമത്തെ കാര്യം, അദ്ദേഹത്തിൻ്റെ സഭാചരിത്രം പറയുന്നത് അദ്ദേഹം എഫെസസിലെ ബിഷപ്പായിരുന്നു. ആദ്യത്തെ ബിഷപ്പ്. എവിടുന്നാ തുടങ്ങിയത്? പൗലോസിൻ്റെ അടിവസ്ത്രമൊക്കെ കഴുകി കൊടുത്ത മനുഷ്യനായിരിക്കും. പൗലോസ് നടന്നു വെച്ചൊക്കെ വരുമ്പോൾ കാലുമൊക്കെ തിരുമ്മി കൊടുത്ത മനുഷ്യനായിരിക്കാം. പക്ഷെ അവൻ ആത്മീകമായിട്ട് വളർന്നു. നിങ്ങളാരും സ്റ്റാഗ്നൻ്റ് ആയിരിക്കരുത്. വളർച്ച നിർത്തരുത്. വളർന്ന് ഉയരുവാൻ നിങ്ങളുടെ വേലയ്ക്കകത്ത് പോലും, ഉദാഹരണത്തിന് സൺഡേ സ്കൂളിൽ പഠിപ്പിക്കാൻ കയറിയാൽ സൺഡേ സ്കൂൾ ഹെഡ് മാസ്റ്ററുടെ ഒരു വേക്കൻസി ഉണ്ടാകുമ്പോൾ നിങ്ങൾ അതിന് യോഗ്യരായിരിക്കണം. എനിക്കതിനുള്ള യോഗ്യത ഉണ്ടെന്താ തരാഞ്ഞെന്ന് ചോദിക്കരുത്. മറ്റുള്ളവർ കാണണം. ഞാൻ മുമ്പേ പറഞ്ഞതാണ്, ഇന്ന് തിമോത്തിയോസുമാരില്ല, ഇന്ന് പൗലോസുമാരില്ല. തിമോത്തിയോസ് കാണും, പൗലോസില്ല. പൗലോസ് കാണും, തിമോത്തിയോസ് കാണത്തില്ല. അർഹിക്കുന്നവർക്ക് കൊടുക്കണം. ചേട്ടനെയും അനിയനെയും പരിചയമുള്ളവരെയും ദശാംശം തരുന്നവരെ അല്ല ആക്കേണ്ടത്, കഴിവുള്ളവരെ, അതിന് യോഗ്യരായിട്ടുള്ളവരെ. തിമോത്തിയോസ് സാവധാനത്തിൽ തുടങ്ങി, ചെറുപ്പക്കാരനായിട്ട് വന്നു. പക്ഷെ അവൻ ഉയർന്ന് എഫെസസ് വലിയ സഭയായിരുന്നു, ആ സഭയുടെ ബിഷപ്പായി തീർന്നു. എനിക്കും നിനക്കും ഒരാഗ്രഹം ഉണ്ടാകട്ടെ, ഞാൻ ദൈവത്തിൻ്റെ വേലയിൽ വളർന്ന് വരും. ഹല്ലേലൂയ. പരിശുദ്ധാത്മാവ് നമ്മെ പഠിപ്പിക്കുവാൻ ആഗ്രഹിക്കുകയാണ്. എന്താണ്? ഹല്ലേലൂയ. Used him to teach us the life and ministry of an evangelist, pastor, bishop. 2 കത്തുകൾ, തിമോത്തിയോസിന്റെ കത്തുകൾ. ഇത് പാസ്റ്റർമാർക്കുള്ളതാ, ദൈവവേലക്കാർക്കുള്ളതാ. വിശ്വാസികൾക്കും ഉണ്ട്. അല്ല, ഇത് ദൈവവേലക്കാർക്കുള്ള ക്ലാസ്സാണ്. പരിശുദ്ധാത്മാവ് തിമോത്തിയോസിലൂടെ നമ്മെ ഒരു സുവിശേഷ വേലക്കാരൻ്റെ, ഒരു പാസ്റ്ററുടെ, ഒരു ബിഷപ്പിൻ്റെ ചുമതല പഠിപ്പിക്കുകയാണ്. ദൈവവേലക്കാരോട് പറയാം, നിങ്ങൾ വായിച്ചിട്ടുണ്ട്, പല പ്രാവശ്യം വായിച്ചിട്ടുണ്ട്, എങ്കിലും നമുക്ക് ഈ ആഗസ്റ്റ് മാസത്തിൽ ഒരു ഹോംവർക്കായിട്ട് എടുക്കാം. 1 തിമോത്തിയോസും 2 തിമോത്തിയോസും നമ്മൾ വായിക്കാം. എന്നിട്ട് ചിന്തിക്കാം, ഇതുപോലെയാണോ എൻ്റെ ജീവിതം? ഒരു വാക്യം കൂടെ വായിക്കുവാൻ ആഗ്രഹിക്കുന്നു. ഇതുമായിട്ട് ബന്ധപ്പെട്ടതല്ല. എബ്രായർക്ക് എഴുതിയ ലേഖനം 11-ാം അധ്യായത്തിൻ്റെ 4-ാമത്തെ വാക്യം. വിശ്വാസത്താൽ ഹാബേൽ ദൈവത്തിന്റെ കൈന്റേതിലും ഉത്തമമായ യാഗം കഴിച്ചു. അതിനാൽ അവന് നീതിമാൻ എന്ന സാക്ഷ്യം ലഭിച്ചു. ദൈവം അവന്റെ വഴിപാടിന് സാക്ഷ്യം കൽപ്പിച്ചു. മരിച്ച ശേഷവും അവൻ വിശ്വാസത്താൽ സംസാരിച്ചു കൊണ്ടിരിക്കുന്നു. മരിച്ച ശേഷവും, അതാണ് എൻ്റെ വിഷയം. മരിച്ച ശേഷവും അവൻ വിശ്വാസത്താൽ സംസാരിച്ചു കൊണ്ടിരിക്കുന്നു. തിമോത്തിയോസ് മരിച്ചിട്ട് എത്ര വർഷമായി? 1900 വർഷമായി. ആ 1900 വർഷം കഴിഞ്ഞിട്ടും തിമോത്തിയോസ് നമ്മളൊക്കെ സംസാരിക്കുകയാണ്. നമ്മളും മരിച്ചു കഴിയുമ്പോൾ അടുത്ത തലമുറക്കാരോട് സംസാരിക്കുവാൻ നമ്മുടെ ജീവിതത്തിന് കഴിയണം. എൻ്റെ വല്യപ്പച്ചൻ ഇങ്ങനെ പറഞ്ഞെന്നുള്ളതല്ല, എൻ്റെ വല്യപ്പച്ചൻ കാണിച്ചു തന്നെന്നുള്ളതാണ് പറയുന്നത്. എൻ്റെ വല്യപ്പച്ചൻ്റെ ഒന്നും എനിക്ക് ഓർമ്മയില്ല. വല്യമ്മച്ചൻ്റെ പപ്പായുടെ അമ്മച്ചിയുടെ കാര്യം എനിക്ക് ഓർമ്മയുണ്ട്. മറ്റവരൊക്കെ എൻ്റെ കൊച്ചുനാളിൽ മരിച്ചുപോയി. എന്നാൽ എൻ്റെ വല്യമ്മച്ചി ഞങ്ങളുടെ വീട്ടിൽ വന്ന് നിൽക്കുമായിരുന്നു. വല്യമ്മച്ചി ഇങ്ങനെ പഴയ കാലത്ത് അങ്ങനെയാണ്, ഒരു മോൻ്റെ കൂടെ കുറച്ചാൾ, പിന്നെ വേറൊരു മോൻ്റെ കൂടെ കുറച്ചാൾ, പിന്നെ വേറൊരു മോൻ്റെ കൂടെ അങ്ങനെ ഞങ്ങളുടെ കൂടെ 3-4 പ്രാവശ്യം വന്നാൽ എനിക്ക് ഓർമ്മയുണ്ട്. ഞാൻ കോളേജിൽ പഠിക്കുന്ന സമയത്തും വല്യമ്മച്ചി വീട്ടിലുണ്ടായിരുന്നു. ഞാൻ അവിടുന്ന് പപ്പായുടെ അനിയൻ്റെ വീട്ടിൽ കൊണ്ടാക്കിയത് ഞാനാണ് കൊണ്ടുപോയത്. എനിക്ക് ഓർമ്മയുണ്ട്. വല്യമ്മച്ചി
കുർബാന എടുക്കാനായിട്ട് പള്ളി വരുന്നതൊക്കെ എനിക്ക് ഓർമ്മയുണ്ട്. വല്യമ്മച്ചിയുടെ ജീവിതം, എൻ്റെ പപ്പായുടെ ജീവിതം എനിക്കിന്ന് ഓർമ്മയുണ്ട്. അതുപോലെ നമ്മുടെ ജീവിതവും നമ്മുടെ മക്കൾ ഓർക്കുവാനിടയായി തീരട്ടെ. മരിച്ച ശേഷവും അവർ വിശ്വാസത്താൽ സംസാരിച്ചുകൊണ്ടിരിക്കുന്നു. അതുപോലെ നമ്മൾ മരിച്ച ശേഷവും നമ്മുടെ മക്കളോട്, കൊച്ചുമക്കളോട് സംസാരിച്ചുകൊണ്ടേയിരിക്കണം. നമ്മൾ മരിച്ച ശേഷം എങ്ങനെയാണ് നമ്മുടെ ജീവിതം കൊണ്ട് ഏതെങ്കിലും മാതൃക കാണിച്ചു കൊടുത്തിട്ട് കേട്ടോ, ഏതെങ്കിലുമൊക്കെ ഒരു കാര്യത്തിനകത്ത് കുടുംബ പ്രാർത്ഥനയിൽ അവർ വിഷമിച്ചിരിക്കുമ്പോൾ അടുക്ക ചെന്ന് തോളെ തട്ടിയിട്ട് വിഷമിക്കണ്ട എന്ന് പറയുമ്പോൾ മരുമോളെടുക്കൽ, മരുമോൻ്റെ അടുക്കൽ, ഓരോരുത്തരെടുക്കലും നമ്മളൊരു മാതൃകയായിട്ട് നമ്മൾ മരിച്ചതിന് ശേഷവും ആയിത്തീരട്ടെ. ഞാൻ നിങ്ങൾക്കായിട്ട് പ്രാർത്ഥിക്കട്ടെ. നിങ്ങൾ മരിച്ച ശേഷവും നിങ്ങളുടെ അടുത്ത തലമുറയ്ക്ക് ഒരു മാതൃകയായി ജീവിക്കുവാൻ, ഇപ്പോൾ ജീവിക്കുവാൻ ഇടയായിത്തീരട്ടെ. ഇന്ന് മുതൽ ജീവിക്കുവാൻ ഇടയായിത്തീരട്ടെ. സ്വർഗസ്ഥനായ എൻ്റെ പിതാവേ, ഞാൻ ഈ പ്രിയപ്പെട്ടവർക്കായിട്ട് പ്രാർത്ഥിക്കുകയാണ്. കർത്താവെ, ഞങ്ങളുടെ ജീവിതം, അവരുടെ ജീവിതം, എൻ്റെ ജീവിതം, ഹല്ലേലൂയ. കർത്താവെ, ഞങ്ങൾ മരിച്ച ശേഷവും ഞങ്ങളുടെ അടുത്ത തലമുറയോട് സംസാരിച്ചു കൊണ്ടേയിരിക്കുവാൻ നീ ഞങ്ങളെ സഹായിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. എന്നെയും സഹായിക്കണമേ കർത്താവെ. മരിച്ച ശേഷവും എൻ്റെ മക്കളോട് സംസാരിച്ചു കൊണ്ടിരിക്കട്ടെ, എൻ്റെ കൊച്ചുമക്കളോട് സംസാരിച്ചു കൊണ്ടിരിക്കട്ടെ, എൻ്റെ ആത്മീക മക്കളോട് സംസാരിച്ചു കൊണ്ടിരിക്കട്ടെ. എൻ്റെ ഈ ശബ്ദം കേൾക്കുന്ന ആത്മീക മക്കൾ, കർത്താവെ, എൻ്റെ ആത്മീക സഹോദരന്മാർ, എൻ്റെ ആത്മീക സഹോദരിമാർ അവരോട് സംസാരിച്ചു കൊണ്ടേ ഇരിക്കട്ടെ. അതുപോലെ എൻ്റെ ജീവിതം, എൻ്റെ സംസാരം മാത്രമല്ല, എൻ്റെ ജീവിതം കർത്താവരോട് സംസാരിച്ചുകൊണ്ടിരിക്കുവാൻ സഹായിക്കണം. കർത്താവ് യേശുവിൻ്റെ നാമത്തിൽ ഞാൻ അവരെ അനുഗ്രഹിക്കുന്നു. നിന്റെ അനുഗ്രഹം ചോദിച്ചു വാങ്ങിക്കുന്നു. യേശുവിൻ്റെ നാമത്തിൽ തന്നെ. ആമേൻ, ആമേൻ, ആമേൻ.